ഹലോ. ആക്ഷൻ ഹീറോ ബിജു 1983 എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത എബ്രിഡ് ഷൈൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ സ്പാ ഇപ്പോൾ OTTയിൽ റിലീസായിരിക്കുകയാണ്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ചിത്രം ഇപ്പോൾ OTTയിൽ എത്തിയപ്പോൾ ആളുകൾ തിരഞ്ഞു പിടിച്ച് കാണുന്നുണ്ട്. സ്പായുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ വോയിസ് ഓവർ ക്വാളിറ്റിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 1-2 പേർ എൻ്റെ മൈക്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ഇൻ ബജറ്റ് കണ്ടൻസർ മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ്. ഞാനത് ഈ വീഡിയോയ്ക്ക് താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വ്യൂ പ്രോഡക്റ്റ് ഓപ്ഷൻ വഴി അതിൻ്റെ വിലയും കാര്യവും ചെക്ക് ചെയ്യാവുന്നതാണ്. ശരി, നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നഗരത്തിലെ ലാ പാരഡൈസ് എന്ന ഒരു ഹൈ എൻഡ് സ്പാ സെൻറ്ററിലെ ദൈനംദിന കാഴ്ചകളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളും അവരുടെ ജീവിതത്തിലേക്ക് ദിവസവും വന്നു പോകുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ പുരുഷന്മാരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു സാധാരണ സിനിമയെപ്പോലെ കൃത്യമായിട്ടുള്ള ഒരു 1 ലൈൻ കഥയോ 3 ആക്ട് സ്ട്രക്ചറോ ഈ സിനിമയ്ക്കില്ല. പകരം അവിടെ വന്നു പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ വിചിത്രമായ ഫാൻറ്റസികളും ലൈംഗിക ദാരിദ്ര്യവും വളരെ രസകരമായ ചെറിയ ഷോട്ടുകളിലൂടെ കാണിക്കുകയാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ സദാചാര വിരുദ്ധമായ ആക്ഷേപഹാസ്യമാണ്. പുറമേ വലിയ സദാചാരവാദികളായി നടിക്കുകയും എന്നാൽ രഹസ്യമായി പലതിനോടും ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന മലയാളി പുരുഷന്മാരുടെ ഇരട്ടത്താപ്പിനെ സിനിമ ഒട്ടും ഭയമില്ലാതെ തുറന്നു കാട്ടുന്നുണ്ട്. സ്ത്രീകളെ ഒട്ടും മോശമായോ ഉപഭോഗ വസ്തുക്കളായോ ചിത്രീകരിക്കാതെ വളരെ ബോൾഡായിട്ടാണ് എബ്രിഡ് ഷൈൻ ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനീത് തട്ടിൽ, രാധിക, ദിനേശ് പ്രഭാകർ എന്നിവരുടെ പ്രകടനങ്ങൾ തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രമല്ലത്. പ്രത്യേകിച്ചും ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കഥയുടെ ടോൺ മാറുന്നതും ക്ലൈമാക്സ് അത്ര കണ്ട് ഫലപ്രദമായി അവസാനിക്കാത്തതും സിനിമയുടെ ഒരു പോരായ്മയാണ്. ഇതൊരു പക്ക സർട്ടിഫൈഡ് അഡൽട്ട് കോമഡി ചിത്രമായതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ സാധിക്കില്ല. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മുതിർന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് എൻ്റർടൈനറാണ് സ്പാ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.